ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഉരുളി നന്നായിട്ട് ചൂടായപ്പോഴേക്കും കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനോടൊപ്പം കുറച്ച് കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്നട്ടും കിസ്മിസും എടുത്തതിന് ശേഷം സെയിം ഉരുളിയിലേക്ക് തന്നെ നമ്മൾ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമിയ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം പാലൊഴിച്ച് നന്നായിട്ട് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചൗവരി വേവിച്ചതും കൂടി നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ളതാണ്. അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ഫാമിലി വ്ളോഗ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.